തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത്. പോലീസുകാരും കൂട്ടിരിപ്പുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. താൽക്കാലിക ജനറേറ്റർ ഉടനെത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, മണിക്കൂറുകളായല്ല, കഴിഞ്ഞ 2 ദിവസമായി തന്നെ വൈദ്യുതി ഇല്ല എന്നുള്ള ആരോപണങ്ങളും രോഗികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ താൽക്കാലിക ജനറേറ്റർ എത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സുഗമമാകുന്നതിനായി ഇനിയും എത്ര ദിവസം പിടിക്കും, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുമോ എന്നാണ് അറിയാൻ കഴിയേണ്ടത്. രശ്മി, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിലാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത്. പോലീസുകാരും കൂട്ടിരിപ്പുകാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിരിക്കുന്നു. താൽക്കാലിക ജനറേറ്റർ ഉടൻ എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇതേ സാഹചര്യം തന്നെയാണ് എന്നാണ് രോഗികൾ ആരോപിക്കുന്നത്. രശ്മിയിലേക്ക് എത്താം. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഇത്തരത്തിൽ വാക്കേറ്റത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് ഇത്തരത്തിൽ മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയത്. ഇപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. പോലീസുകാരും കൂട്ടിരിപ്പുകാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായിരിക്കുന്നു. താൽക്കാലിക ജനറേറ്റർ ഉടൻ എത്തിക്കും എന്നാണ് ആരോഗ്യമന്ത്രി നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഇതുതന്നെയാണ് സാഹചര്യം എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് SAT ആശുപത്രിയിലെ ഈ സ്ഥിതി. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയതിൽ വ്യാപക പ്രതിഷേധം. അത്യാഹിത വിഭാഗത്തിൽ ടോർച്ച് ലൈറ്റിന്റെ സഹായത്താലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത്. പോലീസുകാരും കൂട്ടിരിപ്പുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. താൽക്കാലിക ജനറേറ്റർ ഉടൻ എത്തിക്കും എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രോഗികളുടെ ആരോപണം അടിസ്ഥാനമാക്കിയാണെങ്കിൽ അവിടെ പ്രസവമടക്കമുള്ള കാര്യങ്ങൾക്ക് ഇത് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഇരുട്ടിൽ തന്നെ ആയിരുന്നു പല ചികിത്സാ രീതികളും എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ അലയടിക്കുന്നത്. ഇതിപ്പോൾ 3 മണിക്കൂറായി വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടായത്. അത്യാഹിത വിഭാഗത്തിൽ വൈദ്യുതി ഇല്ലാതായതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും കടുത്ത ദുരിതത്തിലായി. രോഗികളും ബന്ധുക്കളും ആശുപത്രിയിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പോലീസുമായും ഏറ്റുമുട്ടൽ ഉണ്ടായി. വെന്റിലേറ്റർ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി എന്നാണ്
അറിയാൻ കഴിയുന്നത്. അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. മുടങ്ങിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന കേടായതായി അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി കൂടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, മണിക്കൂറുകളായി SIT ആശുപത്രിയിൽ വൈദ്യുതിയില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. താൽക്കാലിക ജനറേറ്റർ ഉടൻ എത്തിക്കും എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? രോഹിണി, വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ആശുപത്രിയിൽ നിലനിൽക്കുന്നത്. SIT പോലൊരു ആശുപത്രി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണെന്ന് നമുക്കറിയാം. ചരിത്രത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം. കാരണം 300ഓളം രോഗികളാണ് ഈ ഒരു രോഗികളുടെ പ്രസവം കഴിഞ്ഞ അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ നവജാത ശിശുക്കളുണ്ട്. അത്തരത്തിൽ 400 പേരാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. മണിക്കൂറുകളായി ഇവിടെ കറണ്ട് പോയിട്ട് കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രശ്നം SIT ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അത് താൽക്കാലികമായി ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു വൈകുന്നേരത്തെ ഒരു 6 മണി ആയപ്പോഴേക്കും ഈ ജനറേറ്ററും ഓവർ ഹീറ്റ് ആയത് കാരണം ജനറേറ്ററും പിന്നീട് പ്രവർത്തനരഹിതമായി. മറ്റൊരു സംവിധാനം ഏർപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ട് ഉടൻ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ആശുപത്രിയിൽ നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 7 മണി മുതൽ തുടങ്ങിയൊരു സംഘർഷാവസ്ഥയാണ്. ആശുപത്രിക്ക് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. കാരണം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഉൾപ്പെടെയാണത് നടന്നത്. രശ്മിയിലേക്ക് എത്താം. SIT ആശുപത്രിയിൽ സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. 3 മണിക്കൂറായിയാണ് വൈദ്യുതി ഇത്തരത്തിൽ മുടങ്ങിയിരിക്കുന്നത്. വെന്റിലേറ്റർ പോലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നവജാത ശിശുക്കളടക്കം ഉള്ള ആശുപത്രിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു രോഗിയെ പരിചരിക്കേണ്ടി വരികയാണെങ്കിൽ, അത് അത്യാഹിത വിഭാഗത്തിലാണെങ്കിൽ വൈദ്യുതി ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം അനാസ്ഥയിലേക്ക് തന്നെ നീങ്ങുന്നൊരു കാര്യമായി തന്നെ കണക്കാക്കേണ്ടി വരും. ടിൻറ്റു ദാസ് ചേരുന്നു. ടിൻറ്റു, പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. രോഗികളും കൂട്ടിരിപ്പുകാരും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയിട്ട് താൽക്കാലിക സംവിധാനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. തീർച്ചയായിട്ടും രോഹിണി, ഏറ്റവും പുതുതായിട്ട് KSEB നിന്ന് വരുന്ന പ്രതിഷേധമെന്ന് പറയുന്നത് SIT ആശുപത്രിയില് അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ വൈദ്യുതി മുടങ്ങിയത് KSEBയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല, ആശുപത്രിയിലെ ഹൈ ടെൻഷൻ പവർ സപ്ലൈ വന്ന വീഴ്ചയാണ്. അല്ലെങ്കിൽ ഹൈ ടെൻഷൻ പവർ സപ്ലൈ വന്ന തകരാറ് കാരണമാണ് ആശുപത്രിയിൽ ഇത്തരത്തിൽ എഞ്ചിനീയർ വിഭാഗത്തെ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നവജാത ശിശുക്കളെ അത്യാവശ്യം ICU വെന്റിലേറ്റർ പോലുള്ള നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആശുപത്രിയിലാണ് മുതിർന്നവരുടെ ആശുപത്രിയാണ്. പക്ഷേ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കളെ പരിചരിക്കുന്ന ആശുപത്രിയാണ്. ഈ ആശുപത്രിയാണ് ഇതിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. എന്താണ് അവരാറിന് കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും രോഗികളും തിരുവനന്തപുരം SIT ആശുപത്രിയിൽ മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ്
ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത്. പോലീസുകാരും കൂട്ടിരിപ്പുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. താൽക്കാലിക ജനറേറ്റർ ഉടൻ എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു സംവിധാനങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിനീഷ് ചേരുന്നു. വിനീഷ്, മണിക്കൂറുകളായി ഇത്തരത്തിൽ അത്യാഹിത വിഭാഗത്തിൽ ഉൾപ്പെടെയാണ് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും നവജാത ശിശുക്കളും ഒക്കെ വരുന്ന ഒരു ആശുപത്രിയാണ് ഇത്രയും കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണമായി മാറിയിരിക്കുന്നത്. KSEBയെ ആണ് കുറ്റം പറയുന്നത് ആരോഗ്യവകുപ്പ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? 7 മണി മുതൽ തന്നെ ആശുപത്രിക്കുള്ളിൽ കറണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത് നമുക്ക് അവിടെയുള്ള ബൈസ്റ്റാൻഡർമാരിൽ നിന്ന് കൂട്ടിരിപ്പുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ടോർച്ച് ഉപയോഗിച്ചാണ് ടോർച്ച് വെളിച്ചത്തിലാണ് രോഗികളെ പരിശോധിച്ചത്. ഒപ്പം തന്നെ കാഷ്വാലിറ്റിയിലെത്തിയ രോഗികളെയും അത്തരത്തിൽ പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കിയത്. ഇത്രയും വലിയൊരു ആശുപത്രിയിൽ മറ്റു സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിൽ വൈദ്യുതി കട്ടായിട്ട് പോലും കൃത്യമായ മറുപടി ആദ്യഘട്ടങ്ങളിൽ ആശുപത്രി സൂപ്രണ്ട് പോലും പറയില്ല. അല്ലെങ്കിൽ ആരാ കയറ്റി വിടുന്നത്? ഒരിക്കലും ഇവിടെ കയറ്റി വിടുന്നില്ല. ഇവിടെയൊക്കെയുള്ള സെക്യൂരിറ്റി അവരൊക്കെ വിചാരം ഇതെല്ലാം അവരെ സ്വന്തം ഇതാക്കാനാണ്. നമ്മളെ കൊച്ചിനെ കാണാനാണ് തീർന്നത്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. കക്കാനോ മോഷ്ടിക്കാനോ അവിടെ കൊച്ചിനെ എടുക്കലേ. ഞാൻ വന്നിട്ട് 44 ദിവസമാണ്. ഇതുവരെ ഇവരെ അനുവാദം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുമോ? പ്രസവിച്ചില്ല, BP കൂടി കൊണ്ടുവന്നാണ്. വന്നിട്ട് 44 ദിവസമാകുന്നു. 6-ാം നമ്പർ 5-ാം നമ്പർ വാർഡിൽ ഒന്ന് വിളിച്ചാൽ റേഞ്ച് ഉണ്ടോ നോക്കി. ഒരു സിമ്മിന് അവിടെ റേഞ്ച് ഇല്ല. നമ്മളിവിടെ കടന്ന് കഷ്ടപ്പെടണം. വന്നിട്ട് ഇപ്പോൾ 6:30 കറണ്ട് പോയത്, 4 മണി മുതൽ കറണ്ട് വന്നും പോയി നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്. SIT പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വൈഫിനെ കാണാൻ പറ്റിയ ഇത്ര നേരം വൈഫിന് ഇപ്പൊ അതിനിടയിൽ ഏത് നേഴ്സ് വൈഫിന്റെ അടുത്ത് ചൂടാവുന്നത്. BP കയറി കഴിഞ്ഞാൽ അവര് ഓടോ. വേറെ ഒന്നും ഞാൻ ചോദിക്കണം. അതിനകത്ത് ഇപ്പൊ എന്താ സിറ്റുവേഷൻ നമുക്ക് അതറിയണം. വേറെ ഒന്നുമല്ല. കറണ്ടും ഞാൻ രണ്ട് കാര്യം പറയാം. കറണ്ടും വേണം. ഇപ്പൊ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പൊ അതിനകത്ത് നടക്കുന്നത്? ഒന്ന് കറണ്ട് വേണം. 2 അതിനകത്ത് ഇപ്പൊ എന്തൊക്കെ നടക്കുന്നത്, എന്താണ് സിറ്റുവേഷൻ, അതിനകത്ത് എന്താ നടക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചികിത്സിക്കുന്ന ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ആശുപത്രി ഇന്ന് ഞായറാഴ്ചയാണ്. ആരെ പറഞ്ഞേ? ആരെങ്കിലും വരണ്ടേ? ഇവിടെ പുറത്തിറങ്ങി എന്തെങ്കിലും ചോദിക്കാനായിട്ട്, ഒരു വാക്ക് ചോദിക്കാനായിട്ട് ആരെങ്കിലും വരണ്ടേ? എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ആരും പറയണ്ടേ? ഒന്നാമത്തെ റേഞ്ച് ഇല്ല, കറണ്ട് ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനകത്ത് വല്ല വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് എങ്ങനെ അറിയാം? റേഞ്ച് ഇല്ല. ആറാണ് ഈ സാധനത്തിന്. SIT പേര് മാത്രമല്ല ഇതിനകത്ത് റേഞ്ച് എന്നുണ്ടാണ് സാധനം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, വിളിച്ച് ചോദിച്ചു നോക്കിയേ. തമാശയല്ല, കള്ളമല്ല പറയാം. ഞാൻ വന്ന് 40 ഇതേപോലെ ഇവിടെ വന്ന് എല്ലാവരും 3 മാസം. രോഹിണി ദൃശ്യങ്ങൾ ഇന്ത്യയിലേക്ക് എത്താം. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. മണിക്കൂറുകളായി വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ താൽക്കാലികമായ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. വെളിച്ചം ആശുപത്രിയുടെ പുറത്തേക്ക് കാണുന്നുണ്ട്. പ്രതിഷേധക്കാർ കൂകി വിളിക്കുന്നതും കേൾക്കാം. താൽക്കാലികമായ ജനറേറ്റർ ഉടൻ എത്തിക്കും എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയോ എന്നറിയാൻ കഴിയുന്നില്ല. കാരണം ആശുപത്രിയുടെ പരിസരത്ത് കനത്ത ഇരുട്ട് തന്നെയാണ്. ടിൻഡു ചേരുന്നു. ടിൻഡു, നിലവിലെ സാഹചര്യം? രോഹിണി, നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായിട്ടുള്ള ജനറേറ്റർ സംവിധാനം ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് SIT ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ വൈദ്യുതി ബന്ധമില്ലായിരുന്നു. അവരുടെ ആ പ്രതിഷേധമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്, ആ ദൃശ്യങ്ങൾ കണ്ടത്. SIT ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെയും കുട്ടികളെയും പരിചരിക്കുന്ന ആശുപത്രിയാണ്. അപ്പോൾ ഈ ആശുപത്രിക്ക് അകത്തേക്ക് പുരുഷന്മാരെ കടത്തിവിടില്ല. കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇത്തരത്തിൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലായിരുന്നു. വൈദ്യുതി തകരാറിലാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ മണിക്കൂറുകളിലൊന്നും അതിനകത്ത് കഴിയുന്ന രോഗികൾ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അമ്മമാരെ പറ്റിയിട്ടോ ഒന്നും പുറത്ത് അറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പറ്റിയിട്ട് ഒരു വിവരവും അറിയാൻ സാധിച്ചിരുന്ന അതിനുള്ള പ്രതിഷേധം തന്നെയാണ് നമ്മൾ ഈ അല്പസമയം മുമ്പ് നമ്മളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അവരുടെയൊക്കെ താൽക്കാലിക ജനറേറ്റർ എത്തിക്കും എന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നല്ലോ. ഇപ്പോൾ അതെന്തെങ്കിലും ആ രീതിയിലുള്ള താൽക്കാലിക സംവിധാനങ്ങൾ എന്തെങ്കിലും അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? ആശുപത്രിക്കുള്ളിൽ വെളിച്ചം കാണുന്നുണ്ട്.
തീർച്ചയായിട്ടും രോഹിണി, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൽക്കാലിക സംവിധാനത്തിലൂടെ ആശുപത്രിക്കകത്ത് വെളിച്ചം എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSEBയുടെ ഭാഗത്തു നിന്നും ഇത് നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ ഈ വൈദ്യുതി മുടങ്ങിയതിൽ KSEBയുടെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടില്ല. ആശുപത്രിയിൽ സപ്ലൈ ചെയ്യുന്ന ഹയർ ടെൻഷൻ പവർ സപ്ലൈയിൽ വന്ന തകരാറാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 3 മണിക്കൂറുകളായിട്ട് വൈദ്യുതി മുടങ്ങാനായിട്ട് കാരണമായിട്ടുള്ളത്. എന്തായാലും താൽക്കാലികമായിട്ട് ഇപ്പോൾ വൈദ്യുതി സംവിധാനം അല്ലെങ്കിൽ വെളിച്ചം എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ 3 മണിക്കൂറായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അകത്തുള്ളവരെ പറ്റിയിട്ടോ ഒന്നും പുറത്തു നിൽക്കുന്ന കൂട്ടിരിപ്പുകാർക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതിനകത്ത് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞില്ലായിരുന്നു. ആ ഒരു വിഷമവും ആ ഒരു നിസ്സഹായ അവസ്ഥയുമാണ് ഇപ്പോൾ നമ്മൾ പ്രതിഷേധത്തിലൂടെ ഇവിടെ കണ്ടത് എന്നാണ്. ടിൻഡുവിലേക്ക് എത്താം. ടിൻഡു തുടരുക. വിനീഷിലേക്ക് കൂടി പോവുകയാണ്. വിനീഷ്, എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ അടിയന്തരമായി തന്നെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികൾക്കുമുള്ള പരിശോധനാ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ SIT ആശുപത്രി. കൂടുതലായും കുട്ടികളെ പരിശോധനയ്ക്ക് എത്തിക്കുന്ന സ്ഥലം, ആ സ്ഥലത്താണ് വലിയ രീതിയിലുള്ള വീഴ്ച ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 3 മണിക്കൂർ പിന്നിട്ട് അല്പസമയം മുമ്പാണ് താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്ന സമയത്താണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടിരിപ്പുകാർ അടക്കമുള്ളവർ പറയുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയാം, വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മെയിൻ്റെനൻസ് കറണ്ട് പോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു മെയിൻ്റെനൻസ് വർക്ക് നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെയും മുൻകൂട്ടി ഇത്തരത്തിൽ കറണ്ട് പോകുന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും വലിയ വീഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ വൈദ്യുതി സംബന്ധമായ ഏതെങ്കിലും തകരാറുകൾ പരിഹരിക്കാനായി ആശുപത്രി അധികൃതരെ കൃത്യമായി തന്നെ KSEB വിവരങ്ങൾ ധരിപ്പിക്കാറുണ്ട്. പക്ഷേ KSEBയുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത്, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത് എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താൽക്കാലിക സംവിധാനത്തിലൂടെ കറണ്ട് പുനഃസ്ഥാപിച്ചിരിക്കുന്നു, വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക. അതേസമയം തന്നെ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. കാരണം കുട്ടികൾ അടക്കമുള്ളവർ കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവരുടെ പരിശോധനാ കേന്ദ്രമാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച, പ്രത്യേകിച്ച് കുട്ടികളെ പരിശോധിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വൈദ്യുതി കട്ടായതിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കുട്ടികളെ പരിശോധിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നത്. അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. എന്തുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി കേന്ദ്രം എടുത്തു പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിന് സമീപത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയം, ഏറ്റവും വലിയ സാധാരണക്കാരായ ജനങ്ങൾ ഓടിയെത്തുന്ന ആ ആശുപത്രി സമുച്ചയത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. വീഴ്ച എന്നല്ല നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്.